ശബരിമലയിൽ രാഷ്ട്രപതി ദർശനം നടത്തുമ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിരുന്നു. ദേവസ്വം ബോർഡും പോലീസും ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം. 30,000 ഭക്തർ എത്തുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ കോടതിയെ അറിയിച്ചത്. രാഗിനുണ്ട്. രാഗിൻ, രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു? 22-നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത്. ഈ ഘട്ടത്തിൽ അവിടെ വാഹനവ്യൂഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അപേക്ഷ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നു. സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡും സത്യവാങ്മൂലമായി നൽകിയിരുന്നു കാര്യങ്ങൾ. ഇത് പരിഗണിച്ച് അവിടെ വാഹനവ്യൂഹം, അതായത് ഗൂർഖ ജീപ്പിലായിരിക്കും രാഷ്ട്രപതി പോവുക പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക്. ആ വാഹനവും അതോടൊപ്പം തന്നെ 6 മറ്റു വാഹനങ്ങൾക്കും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ട നിയന്ത്രണം, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ് അവിടെ ഉണ്ടാകണം. അന്നേ ദിവസം 30,000-ഓളം ഭക്തർ എത്തുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ കോടതിയെ അറിയിച്ചിരിക്കുന്നതെന്ന് കോടതി വിലയിരുത്തി. ഇതോടൊപ്പം എഫക്റ്റീവ് ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഉറപ്പാക്കണം. അത് അഡ്വാൻസ് ആയി തന്നെ ഉറപ്പാക്കണം. ഇതോടൊപ്പം ഇത്തരം മെഷേഴ്സുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകൺവീനിയൻസോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കരുത് എന്ന കാര്യവും കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായി കാര്യങ്ങൾ നടക്കണം എന്ന കാര്യവും കൂടിയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വാഹനങ്ങൾ ഏതൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളും കോടതിക്ക് മുന്നിലേക്ക്. ശരി, ശബരിമലയിൽ എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെടുന്നുണ്ട്, ഹൈക്കോടതി ഇടപെടുന്നുണ്ട്. രാഷ്ട്രപതി സന്ദർശനം ഉൾപ്പെടെ ഹൈക്കോടതിയുടെ കൂടി പരിഗണനാ വിഷയമാണ്. രാഗിനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.